ഇന്ന് ഒരു നാടൻ ചേമ്പ് കറിയാണ് ഉണ്ടാക്കുന്നത്. അതിനായി 3 ചേമ്പാണ് എടുത്തിരിക്കുന്നത്. അതെല്ലാം ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുത്തു. ഉടച്ചെടുക്കാനുള്ള സൗകര്യത്തിനാണ് ചെറിയ പീസസ് ആയി കട്ട് ചെയ്തത്. പ്രഷർ കുക്ക് ചെയ്യുവാണെങ്കിൽ പെട്ടെന്ന് നല്ല സോഫ്റ്റായി വേവിച്ചെടുക്കാൻ കഴിയും. ചേമ്പിനോടൊപ്പം എരിവുള്ള മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും പച്ചമുളകും ഇട്ടുകൊടുത്തു. കുറച്ചുപ്പ് കൂടി ചേർക്കാം. ഇതെല്ലാം മുങ്ങിക്കിടക്കാൻ പാകത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം പ്രഷർ കുക്കർ അടച്ച് വേവിച്ചെടുക്കണം. അതിനുശേഷം മാറ്റി വയ്ക്കാം. പ്രഷർ കംപ്ലീറ്റ് റിലീസ് ആകുന്നതിനിടയിൽ തേങ്ങയും ജീരകവും പച്ചമുളകും വെളുത്തുള്ളിയും ആവശ്യത്തിന് വെള്ളം ചേർത്ത് മഷി പോലെ അരച്ചെടുക്കണം. പ്രഷർ കുക്കർ ഓപ്പൺ ചെയ്തു. കുക്കിങ്ങിൻ്റെ സൗകര്യത്തിന് ഞാനൊരു കടായിലേക്ക് മാറ്റുകയാണ്. അതിനോടൊപ്പം അരച്ചു വെച്ചിരിക്കുന്ന അരപ്പും ഒഴിച്ചു കൊടുക്കണം. മിക്സിയിൽ ബാക്കിയുള്ള അരപ്പ് കുറച്ച് വെള്ളം ചേർത്ത് കലക്കി അതിലേക്ക് തന്നെ ഒഴിച്ചു കൊടുക്കണം. ഇനി അതെല്ലാം ഒന്ന് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. കുറച്ച് ഉപ്പ് കൂടി ചേർക്കണം. അരപ്പൊക്കെ ചേർത്തതല്ലേ. ഇത്രയും ചെയ്തതിന് ശേഷമാണ് ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുക്കുന്നത്. ഇനി തുടർച്ചയായി ഇളക്കി കൊടുക്കണം. തിളച്ചു മറിയാൻ പാടില്ല. തിളച്ചു മറിഞ്ഞു കഴിഞ്ഞാൽ അത് പിരിഞ്ഞു പോകും. ചെറുതായിട്ടൊന്ന് തിളയ്ക്കാനേ പാടുള്ളൂ. കറി ഇളക്കുന്നതിനിടയിൽ ചേമ്പിൻ്റെ പീസസ് ഉടച്ചു കൊടുക്കുകയും വേണം. അങ്ങനെ ചെയ്യുവാണെങ്കിൽ കറിക്ക് കുറച്ച് കൊഴുപ്പ് കിട്ടും. ഒഴിച്ചുകറിയാണെങ്കിലും വെള്ളം പോലെ കിടന്നാൽ കൊള്ളില്ല. ഇനി കറിയിലേക്ക് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തിളച്ചു വരുന്നതായി കാണാം. ഉടൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒരു 2-3 മിനിറ്റ് നേരത്തേക്ക് ഇളക്കി കൊടുക്കണം. കാരണം കടായി നല്ല ചൂടായിരിക്കുന്നതല്ലേ. കറി പിരിഞ്ഞു പോയാൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. ഇത്രയും ചെയ്തതിനു ശേഷം പുളി കുറഞ്ഞ തൈര് അതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. തൈര് ചേർത്തതുകൊണ്ട് കുറച്ച് ഉപ്പ് കൂടി ചേർക്കാം. ഇനി എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഈ കറി ഒന്ന് താളിച്ചെടുക്കണം. സാധാരണ വറവുണ്ടാക്കുന്നത് പോലെ വെളിച്ചെണ്ണയും കടുകും ചെറിയ ഉള്ളിയും ഉണക്കമുളകും കറിവേപ്പിലയും ചേർത്ത് മൂപ്പിച്ചെടുക്കണം. അതിനുശേഷം കറിയിലേക്ക് ആ എണ്ണയോടുകൂടി ഇട്ടുകൊടുക്കണം. ഞാൻ സാധാരണ വറവ് സാധനങ്ങളൊക്കെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാറുണ്ട്. ചേമ്പ് കറി റെഡി. വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ.